മാസ്റ്റർ ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബബിലിറ്റി എക്സസൈസ് 13.2 ക്വസ്റ്റ്യൻ നമ്പർ 5 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 1 to 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് 5 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. എ ഡൈ മാർക്ക് 1, 2, 3. ഓക്കെ, ഡൈ മാർക്ക് 1, 2, 3 ആൻഡ് 4, 5, 6 ഇൻ ഗ്രീൻ അല്ലേ. റെഡിൽ 1, 2, 3, 4, 5, 6 ഗ്രീനിൽ ടോസ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് എ പി ദ ഇവന്റ്. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്ത് തന്നെ ആയിരിക്കും ഇവിടെ? വേറെ ഒന്നും ആയിരിക്കത്തില്ല, ഡൈ അല്ലേ. വേറെ കോയിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 1, 2, 3, 4, 5, 6 തന്നെയായിരിക്കും സാമ്പിൾ സ്പേസ്. ഓക്കെ, ലെറ്റ് എ ബി ദ ഇവന്റ്. ദ നമ്പർ ഈസ് ഈവൻ അല്ലേ. നമ്പർ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഈവൻ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞ ഇവന്റിൽ നമ്പർ ഈവൻ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈവൻ ഏതൊക്കെയുണ്ട്? 2, 4, 6 3 ഉള്ളൂ. ആൻഡ് ബി ബി ദ ഇവന്റ് നമ്പർ ഈസ് റെഡ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ റെഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആദ്യം റെഡ് ഏതൊക്കെയുണ്ട്? 4, 5, 6 റെഡ് ആണല്ലേ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, 4, 5, 6 റെഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളും ആയി. അല്ല, 4, 5, 6 അല്ലല്ലോ, 1, 2, 3 ആണ് റെഡ്. സോറി, 1, 2, 3 ആണ് റെഡ് എന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ. 1, 2, 3 ആണ് റെഡ് എന്ന് പറഞ്ഞേക്കുന്നത്. എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. എ ആൻഡ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ കണ്ടീഷൻ എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആദ്യം എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിലും കൂടെ കോമൺ ആയിട്ടുള്ളത്. ആരൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്? 2 കോമൺ ആയിട്ടുണ്ട് അല്ലേ. വേറെ ഏതെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് 2 മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/6. അതായത് ഒരു നമ്പറേ ഉള്ളൂ, ഡിവൈഡ് ബൈ സാമ്പിൾ സ്പേസിൽ മൊത്തത്തിൽ 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 1/6. അപ്പോൾ ഇനി അടുത്ത പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കണ്ടുപിടിക്കാം. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3/6 അല്ലേ. കാരണം 3 ലെറ്റേഴ്സ് എയിലുള്ളൂ, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പേഴ്സ്. ടോട്ടൽ സാമ്പിൾ സ്പേസിൽ 6 ഉണ്ട് അല്ലേ. അതേപോലെ പി ഓഫ് ബി എന്തായിരിക്കും? അതും എത്രയാണ്? 3/6 ആയിരിക്കും. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ചെയ്ത് നോക്കാമല്ലോ. എത്ര കിട്ടുമെന്ന് നോക്കാം. 3/6 ഇൻറ്റു 3/6. 3ഉം 6ഉം കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2. ഇവിടെ 3ഉം 6ഉം കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2. രണ്ടും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1/4 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണോ? അല്ല. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 1/6 പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ചെയ്തപ്പോൾ എന്ത് കിട്ടി? അല്ല. അപ്പോൾ നമുക്ക് എഴുതാം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ദെയർഫോർ എ ആൻഡ് ബി ആർ നോട്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. ഹെൻസ്, therefore എഴുതാം ഹെൻസ് എന്തുകൊണ്ടാണ് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ് ഇ ആൻഡ് എഫ് ബി ദ ഇവന്റ്സ്. രണ്ട് ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 3/5 എന്ന് പറഞ്ഞിട്ടുണ്ട്. പി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? 3/10 എന്ന് പറഞ്ഞിട്ടുണ്ട്. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് തന്നിട്ടുണ്ട്. എന്താണ്? എല്ലാം തന്നിട്ടുണ്ട്. ഇതിൽ ചെക്ക് ചെയ്താൽ മാത്രം മതി ഇൻഡിപെൻഡന്റ് ആണോ. എന്താണുള്ള ഇൻഡിപെൻഡന്റ്? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്. അത് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണോ എന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് മാത്രം ചെയ്താൽ മതി, കാരണം ഈ ഇന്റർസെക്ഷൻ എഫ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടും? പി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 3/5, പി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ 3/10. ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? 9/50 കിട്ടും അല്ലേ. 9 അല്ലേ. പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എന്ന് പറയുമ്പോൾ 9/15 കിട്ടും. അപ്പോൾ അത് ഇൻഡിപെൻഡന്റ് ആണോ? അല്ലല്ലോ. അപ്പോൾ നമുക്കല്ല, അല്ലെങ്കിൽ അല്ല, ആണെങ്കിലാണ്. അങ്ങനെ എഴുതിയാൽ മാത്രം മതി. 50. അപ്പോൾ നമുക്ക് എഴുതാം പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് നോട്ട് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്. ഹെൻസ് ഇ ആൻഡ് എഫ് ആർ നോട്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. Given that the events A and B are such that P of A is equal to 1/2, P of A union B is equal to 3/5. Okay, find P of B. P of B is equal to P. Okay, find P if they are mutually exclusive. അപ്പോൾ രണ്ട് കണ്ടീഷൻ ആയിട്ട് ചെയ്യണം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? P of A union B is equal to P of A plus P of B. ഇതാണ് എന്ത്? മ്യൂച്വലി എക്സ്ക്ലൂസീവിന്റെ കണ്ടീഷൻ. നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞതാണല്ലേ.
പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഓഫ് എ യൂണിയൻ ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണടാ? 3/5. 3/5 ഈക്വൽ ടു പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 പ്ലസ് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ പി. ഇതിൽ നിന്ന് പി കണ്ടുപിടിക്കുക. അപ്പോൾ പി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 3/5 മൈനസ് 1/2 എന്ന് പറഞ്ഞൂടെ? എൽ സി എടുത്ത് ചെയ്ത് നോക്കുക. എത്ര കിട്ടും? എൽ സി എം 10 വരും. 6 മൈനസ് 5 കിട്ടും അല്ലേ? അപ്പം നമുക്ക് എത്ര കിട്ടും? 1/10 എന്ന് കിട്ടും അല്ലേ? 1/10 എന്നല്ലേ കിട്ടുന്നത്? ഓക്കെ, അപ്പോൾ 1/10 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് ഇൻഡിപെൻഡന്റിൽ പി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇൻഡിപെൻഡന്റ് ഓക്കെ, അപ്പം നമുക്ക് അതിൽ കണ്ടുപിടിക്കാം. ഇൻഡിപെൻഡന്റ് എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഓക്കെ, പക്ഷേ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്കറിയാമോ? അറിയത്തില്ല. അപ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയെ മാറ്റണം. നമുക്ക് എങ്ങനെ മാറ്റാടാം? ശ്രദ്ധിച്ചോണേ. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണടാ? പി ഓഫ് എ യൂണിയൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ ഇതിൽ നിന്ന് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അല്ലെങ്കിൽ മൊത്തത്തിൽ ഇട്ടും വരാം. അല്ല വേണ്ട, കണ്ടുപിടിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ മെനക്കേടാം. അപ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഓക്കെ, അപ്പോൾ പി ഓഫ് എ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് പി ഓഫ് എ? 1/2 പ്ലസ് പി ഓഫ് ബി എത്രയാ? പി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ടല്ലോ. എത്രയാ പി ഓഫ് എ യൂണിയൻ ബി? 3/5 അല്ലേ? ഇതാണ് നമ്മുടെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ശ്രദ്ധിച്ചോണേ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടൂടാ? 1/2 പ്ലസ് പി മൈനസ് 3/5. ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? 1/2 മൈനസ് 3/5 അല്ലേ? സൈഡിൽ എഴുതി സോൾവ് ചെയ്യാം. 1/2 മൈനസ് 3/5 ചെയ്യുമ്പോൾ എൽ സി എം 10 ആയിരിക്കും. 5 മൈനസ് 6 അല്ലേ? സോ മൈനസ് 1/10 എന്ന് കിട്ടും അല്ലേ? കുഴപ്പമില്ല. സോ നമുക്ക് പി മൈനസ് 1/10 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി മൈനസ് 1/10 ഈസ് ഈക്വൽ ടു, ഇവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ ഫോർമുലയിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എ ഇന്റർസെക്ഷൻ ബി കിട്ടിയത് പി മൈനസ് 1/10 എന്നാണ്. അതാണ് ഇപ്പോൾ കിട്ടിയത്. ഈസ് ഈക്വൽ ടു പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 അല്ലേ? പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പി. പി ഇൻറ്റു പി എന്ന് എഴുതാം. സോ പി മൈനസ് 1/10 ഈസ് ഈക്വൽ ടു p/2 ഇൻറ്റു പി അല്ലേ? സോ p/2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? പിയുടെ ടേംസ് ഒക്കെ ഒരു സൈഡിലാക്കാം അല്ലേ? അപ്പം പി മൈനസ് p/2 ഈസ് ഈക്വൽ ടു 1/10 എന്ന് എഴുതിക്കൂടെ? മൈനസ് 1/10 ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 1/10 ആവും. p/2 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് p/2 ആവും. ഓക്കെ, ഇവിടെ നമുക്ക് എൽ സി എടുത്താൽ 2p മൈനസ് p/2 ഈസ് ഈക്വൽ ടു 1/10 എന്ന് കിട്ടും. 2p മൈനസ് p എന്ന് പറഞ്ഞാൽ എന്താണടാ? 2p എന്ന് ഒരു p പോയി കഴിഞ്ഞാൽ വെറും p. ഇപ്പോൾ p/2 ഈസ് ഈക്വൽ ടു 1/10 എന്ന് കിട്ടും. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ഈ 2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2/10 എന്ന് കിട്ടും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/5 എന്ന് കിട്ടും. സോ രണ്ടിലും വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് ചെയ്യുക. ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കയറാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പമുള്ളതാണ്. നമുക്ക് ഇത്ര പാടുള്ള സെക്ഷൻസ് ഒന്നും അല്ല, പക്ഷെ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതാ പ്രശ്നം. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻസ് ഇവന്റ്സ്. എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെന്ന് പറയുകയാണ്. പി ഓഫ് എ ഈസ് ഈക്വൽ ടു 0.3 ആൻഡ് പി ഓഫ് ബി ഈസ് ഈക്വൽ ടു 0.4. ഫൈൻഡ് ഫസ്റ്റ് വൺ. എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ പ്ലസ് എന്താണ്? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? സോ പി ഓഫ് എ ഇൻറ്റു എന്താണ്? പി ഓഫ് ബി ചെയ്താൽ മതി അല്ലേ? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.3 ഇൻറ്റു പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.4. രണ്ടും കൂടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? 0.12 കിട്ടും അല്ലേ? 0.12. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. പി ഓഫ് എ യൂണിയൻ ബി. എന്താണ് എ യൂണിയൻ ബി? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇപ്പോൾ ഫോർമുലാസ് ആണ് ഇതൊക്കെ. നമ്മൾ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ? പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.3
പ്ലസ് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0.4 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0.12. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ? ചെയ്തു പോകണേ 0.58 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് മൂന്നാമത്തത് നമുക്ക് ഇവിടെ ചെയ്യാം, സ്ഥലം ഉണ്ടല്ലോ. പി ഓഫ് എ ഗിവൺ ബി, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി, ഇതാണ് അതിന്റെ ഫോർമുല. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ 0.12 ഡിവൈഡഡ് ബൈ പി ഓഫ് ബിയും നമുക്കറിയാം എത്രയാണ് 0.4 അല്ലെ. 0.12 0.4 കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ? 0.3 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത നാലാമത്തെ ലാസ്റ്റ് പി ഓഫ് ബി ഗിവൺ, അതിന്റെ ഫോർമുല എന്ത് തന്നെയാണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം, ബി ഇന്റർസെക്ഷൻ എ എന്ന് എഴുതാം, രണ്ടും സെയിം തന്നെയാണ്. പിന്നെ ഡിനോമിനേറ്റർ മാത്രമേ നമ്മൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ ആയിട്ടും കൊടുക്കാവൂ. അപ്പോൾ എന്ത് കിട്ടും? 0.12 ഡിവൈഡഡ് ബൈ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.3 അല്ലേ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? 0.4 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് 4 ക്വസ്റ്റ്യൻ. ഓക്കെ, 4 ക്വസ്റ്റ്യൻ, 8ാമത്തെ 4 പാർട്ട്. അടുത്തതിലോട്ട് പോവാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എ ആൻഡ് ബി ആർ 2 events such that P of A is equal to 1/4 and P of B is equal to 1/2, P of A intersection B ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആൻഡ് P of A intersection B is equal to, അത് തന്നിട്ടില്ലല്ലേ, 1/8 ആട്ടോ, 1/8. ഫൈൻ P. അപ്പൊ P of A തന്നിട്ടുണ്ട് എത്രയാണടാ? 1/4. P of B തന്നിട്ടുണ്ട് എത്രയാണടാ? 1/2. P of A ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/8 എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിക്കാനുള്ളത് P ഓഫ്, ശ്രദ്ധിച്ചോളെ, നോട്ട് എ ആൻഡ് നോട്ട് ബി, ശ്രദ്ധിച്ചോളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് എ ആൻഡ് നോട്ട് ബി എന്നാണ് പറഞ്ഞേക്കുന്നത്. നോട്ട് എ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ്. എവിടെ നോട്ട് വന്നാലും അപ്പോൾ എന്ത് ചെയ്യുന്ന? കോംപ്ലിമെന്റ് ഇട്ടോണം, എ കോംപ്ലിമെന്റ്. ആൻഡ് വരുമ്പോൾ ഇന്റർസെക്ഷൻ. ഓക്കെ, നോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എ കോംപ്ലിമെന്റ്. നോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി കോംപ്ലിമെന്റ്. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ. അപ്പം ബി കോംപ്ലിമെന്റ്, ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. എടാ, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലേ പറഞ്ഞിട്ടുണ്ട്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് എ അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - എ എന്നാണ് അർത്ഥം. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - ബി. ഇതാണ് അതിന്റെ മീനിങ്. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടൂടാ? എ കോംപ്ലിമെന്റിന് വരെ നമുക്ക് എന്ത് എഴുതാം അവിടെ? ഓട്ടോമാറ്റിക് ആയിട്ട് 1 - എ എഴുതിക്കൂടെ? ബ്രാക്കറ്റ്, അതിന്റെ കൂടെ എന്താണ്? ഇന്റർസെക്ഷൻ. നമുക്ക് അടുത്ത എന്തെഴുതാം? 1 - ബി. ഓക്കെ, ഇങ്ങനെ എഴുതണ്ട, ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഇതാണ് സംഭവം അല്ലേ. അപ്പം നമുക്കിപ്പോൾ ഇത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെന്ന് കൺസിഡർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് എന്നല്ലേ കിട്ടുന്നത്. ഇനി മാറ്റിക്കൂടെ? പി ഓഫ് എ കോംപ്ലിമെന്റിന് വരെ എന്തെഴുതാം? 1 - എ. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കത്തില്ല. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ. അതേപോലെ തന്നെയാണ്. അപ്പൊ ഇവിടെ രണ്ടിനും കോംപ്ലിമെന്റ് വരുമ്പോൾ ഇവിടെ അകത്ത് രണ്ടിനും എന്തുവരും? കോംപ്ലിമെന്റ് വരും. അപ്പൊ കോംപ്ലിമെന്റ് വരുമ്പോൾ 1 - എ ഇൻറ്റു 1 - ബി എന്ന് എഴുതിക്കൂടെ? എയും ബിയും തന്നിട്ടുണ്ടല്ലോ. 1 - എ എന്താണ്? 1/4 ഇൻറ്റു 1 - ബി എന്ന് പറഞ്ഞാൽ 1/2. എൽ സി എടുത്ത് ചെയ്തൂടെ? 4 - 1 എന്ത് കിട്ടും? 4 - 1 3. 3/4 ഇൻറ്റു 2 - 1 1/2 എന്ന് കിട്ടത്തില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടാ? 3/8 എന്ന് കിട്ടത്തില്ലടാ. ഇതാണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യനേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തേക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് വേറെ ഫോർമുലാസ് നമുക്ക് യൂസ് ചെയ്യാം. അത് ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പി ഓഫ് എ തന്നിട്ടുണ്ട്, ഇൻഡിപെൻഡന്റ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫോർമുല ഇതാണ്: പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇതാണ് ഇൻഡിപെൻഡന്റ്. പക്ഷേ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞേക്കണത് നമുക്ക് നോക്കാം. പി ഓഫ് എ തന്നിട്ടുണ്ട് 1/2, അതേപോലെ പി ഓഫ് ബി തന്നിട്ടുണ്ട് എത്രയാണടാ? 7/12 തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പി ഓഫ് നോട്ട് എ ഓർ നോട്ട് ബി. നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോംപ്ലിമെന്റ്. ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിയൻ. ഓർ എന്ന് പറഞ്ഞാൽ എന്താണടാ? യൂണിയൻ. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർസെക്ഷൻ. അറിഞ്ഞിരിക്കണം, യൂണിയൻ. നോട്ട് ബി ഓട്ടോമാറ്റിക്കായിട്ട് ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്നാണ് തന്നേക്കുന്നത്. പക്ഷെ നമുക്ക് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണോ എന്ന് പറഞ്ഞേക്കുന്നത്. ഇതൊരു ഫോർമുലയാണ് കേട്ടോ. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്നും പറഞ്ഞ് നമുക്ക് എന്ത് എഴുതാടാ? ഇതിനെ എഴുതാം.
സോറി എ യൂണിയൻ ബി അല്ലടാ, എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്, എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ഇതൊരു ഇക്വേഷൻ ആണ്, കാണാതെ പഠിച്ചോണം, ഇക്വേഷൻ ആണ്. അതായത് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റിനെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാടാ, 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതി കൂടെ. ഇവിടെ എവിടെ കോംപ്ലിമെന്റ് വരുന്നു അത് എന്താണ്, 1 മൈനസ് ആണ്. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 1 മൈനസ് എ എന്ന് എഴുതാം. അതേപോലെ എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ സാധനത്തിന് നമുക്ക് എന്ത് എഴുതാം, 1 മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം. സോ 1 മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണെടാ, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി അല്ലേ, അല്ലേ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം, എ ഇന്റർസെക്ഷൻ ബി അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതവിടെ നിന്നിട്ട് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് കണ്ടുപിടിച്ച് വയ്ക്കാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്താണ്, 1/2 ഇൻറ്റു 7 എത്രയാണടാ, 12 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 7/24 എന്ന് കിട്ടും. ഇനി 1 മൈനസ് എന്താണ്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലേ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിനെ നമുക്ക് എന്ത് എഴുതാടാ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിനെ നമുക്ക് 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഓർ ബി കോംപ്ലിമെന്റ് എന്ന് എഴുതി കൂടെ, ഇങ്ങനെ എഴുതി കൂടെ എഴുതാം. സോ 1 മൈനസ് നമുക്ക് എന്ത് എഴുതാം, 1/4 എന്ന് എഴുതി കൂടെ. കാരണം ക്വസ്റ്റ്യനിൽ നോട്ട് എ നോട്ട് ബി 1/4 ആണെന്ന് തന്നിട്ടുണ്ടല്ലോ, അതാടകം നോട്ട് എ നോട്ട് ബി 1/4 ആണ് തന്നിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് 1 മൈനസ് 1/4 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടൂടാ, ചെയ്തുകൂടെടാ, 3/4 എന്ന് കണ്ടുപിടിച്ചൂടെ. പിന്നെ ഇന്ന് എന്ത് മനസ്സിലായത്, രണ്ട് സെയിം ആണോ, അല്ല. അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് നോട്ട് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് നേരം ഇരുന്നാലേ നിങ്ങൾക്ക് തലേ കത്തത്തുള്ളൂ. ഞാൻ എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ എഴുതി പോണേ, എങ്കിലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഞാൻ എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആകത്തില്ല കേട്ടോ. ഒന്നും കൂടെ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ.